കിസ്മത്ത്. രചന സുമിന ഹാഷിഫ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മഹേഷ് ആ സ്ഥലത്തെത്തുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവൻ ചുറ്റും സൂക്ഷ്മതയോടെ നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ പ്രേത ബംഗ്ലാവിലേക്ക് നടന്നു. അവിടെ എത്തിയതും അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. വീർ 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 മരിച്ചുപോയെന്ന് കരുതിയ വീറിത അവൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നു. മഹേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം കൊണ്ട് അവനൊന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഓടിച്ചെന്ന് വീറിനെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരത്തെ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം വീർ അവനെ ശരീരത്തിൽ നിന്നും തള്ളി മാറ്റി. മഹേഷിന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വീർ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് കണ്ടത്. മഹേഷും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവനാകെ മുഷിഞ്ഞിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ മുഴുവൻ ചളിയും മഴുക്കും. അവിടെ എവിടെയായി രക്തക്കറയും. വീർ ആകെ മാറിപ്പോയിരിക്കുന്നു. ആകെ മെലിഞ്ഞ് എല്ലും തോലുമായി. താടിയും മുടിയുമൊക്കെ വളർന്നു. പഴയ പ്രസരിപ്പൊന്നുമില്ലാതെ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. പക്ഷേ അവൻ്റെ പൂച്ചക്കണ്ണുകളിലെ തിളക്കം മാത്രം നഷ്ടപ്പെട്ടിരുന്നില്ല. മഹേഷ് ആകെ സങ്കടത്തിലായി. വീർ അപ്പോഴും അവനെ നോക്കി പുഞ്ചിരിച്ചു. വീണ്ടും മഹേഷ് അവനെ കെട്ടിപ്പിടിച്ചു. എന്തുകൊണ്ടോ അവന് വീറിനോടൊന്നും ചോദിക്കാൻ സാധിച്ചില്ല. അവനെ ജീവനോട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിച്ചല്ല. ഇപ്പോൾ അവൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുന്നത് ശരിയല്ലെന്ന തോന്നലിൽ അവൻ വീറിനെയും കൂട്ടി വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വാ പോവാം. മഹേഷ് അവനെയും കൂട്ടി ബൈക്കിൽ വീറിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയതും വീറിനെ അവൻ സ്വതന്ത്രമായി വിട്ടു. വീറാവട്ടെ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ സന്തോഷത്തിൽ അവൻ്റെ ഏട്ടനെ തിരക്കി. മഹി, ഏട്ടനെവിടെ? അമ്മയെവിടെ? അടുക്കളയിലാണോ? ഞാൻ ചെന്നൊന്ന് കാണട്ടെ. മഹേഷിന് വീറിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ലായിരുന്നു. എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു. വീർ, ആദ്യം നീ ഒന്ന് ഫ്രഷ് ആവും. നിന്നെ ഈ കോലത്തിൽ കണ്ട എല്ലാവർക്കും സങ്കടമാവും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അവൻ വേഗം പോയി ഫ്രഷായി ഷേവൊക്കെ ചെയ്തു. എന്നാലും പഴയ വീർ ഇപ്പോഴത്തെ വീറും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു. കുളിക്കുമ്പോഴും വീറിൻ്റെ മനസ്സിൽ പല സംശയങ്ങൾ ഉടലെടുത്തു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തു തന്നെയായാലും അതൊക്കെ കേൾക്കാൻ അവൻ ചെറിയ സമയം കൊണ്ട് അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. അവൻ പുറത്തു വരുമ്പോഴും മഹേഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ടെൻഷനിലാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. മഹി, അമ്മയുടെ? വീർ അവനോട് തിരക്കി. അത് അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല വീർ. അത് കേട്ടതും വീർ അലറിക്കരഞ്ഞു. കുറെ നേരത്തിന് ശേഷം മഹി ഉണ്ടായതൊക്കെ വീറിനോട് പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് അമ്മ പോയത്. നിന്നെ കാണാൻ പറ്റാതെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അവസാനം അമ്മ പോയി. ഏട്ടനപ്പോൾ കേരളത്തിലാണോ ഉള്ളത്? വീർ അവനോട് ചോദിച്ചു. അതെ, എല്ലാത്തിനും കാരണക്കാരിയ സോനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഏട്ടൻ പോയിരിക്കുന്നത്. മഹി, അവളല്ലടാ, അവൾക്കൊന്നും അറിയില്ല. അവളെ രക്ഷിക്കണം. ചെയ്യാത്ത തെറ്റിന് ഇപ്പൊ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളെ ഉപദ്രവിക്കാൻ അനുവദിക്കരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ അവിടെ ഊർന്നു വീണു. മഹേഷ് ആകെ അമ്പരന്ന് പോയി. അവളല്ലെങ്കിൽ പിന്നെ ആര്? പറ വീർ, നിനക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 3 വർഷക്കാലം നീ എവിടെയായിരുന്നു? നീ പറഞ്ഞ പോലെ നിന്റെ തിരോധാനത്തിന്റെ പിന്നിൽ അവളല്ലെങ്കിൽ അവളോട് ചെയ്ത കൊടും ക്രൂരതയാണ്. നിന്നോട് ഇതിനൊക്കെ പിന്നിൽ അവളാണെന്ന് പറഞ്ഞ് ആരാണ് മഹി? ആരും പറയാൻ നീ ഇത്രയും തറപ്പിച്ച് പറയില്ലെന്ന് എനിക്കറിയാം. സോനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവൾ ആ പുറം നാട്ടുകാരി പെണ്ണ് നസ്മിന. മഹി സന്ദേഹത്തോടെ അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. എങ്കിൽ നിനക്ക് തെറ്റുപറ്റി മഹി. അവളൊരു കള്ളിയാണ്. അവൾക്ക് സോനത്തിനോട് അസൂയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നെ അവൾ തട്ടിക്കൊണ്ടു പോകുന്നത് അവൾ വ്യക്തമായിട്ട് കണ്ടതുമാണ്. എന്നിട്ട് അവൾ നിന്നോട് അതിനെപ്പറ്റി പറയാതെ സോനത്തിന്റെ തലയിൽ കൊണ്ട് വെച്ചെങ്കിൽ അവൾക്ക് സോനത്തിനോട് അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെന്നല്ലേ? ദൈവമേ! മഹി തലയിൽ കൈവച്ചിരുന്നു പോയി. ആലോചിക്കാൻ സമയമില്ല മഹി. എത്രയും പെട്ടെന്ന് ഏട്ടനെ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. മഹി വേഗം തന്നെ ഫോണെടുത്ത് റെഡ്ഡിയാരെ കോൾ ചെയ്തു. കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. മഹി ദയനീയമായി വീറിനെ നോക്കി വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. വീർ താൻ എവിടെയായിരുന്നെന്ന് അവനോട് പറയാൻ തുടങ്ങി. ഷാന റൂമിലെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നിഹാരുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ആ ജീവിതം അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. തൻ്റെ +2 കാലത്തിന് ശേഷം അവൾ സന്തോഷം അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. നിഹാലിനോട് അവൾക്ക് അതിയായ സ്നേഹം തോന്നി. അവനോട് ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ മുഖം റോസാപ്പൂ പോലെ തുടുത്തു. കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോഴാണ് റൂം തുറന്ന് നിഹാൽ അകത്തേക്ക് കയറിയത്. അവൻ വന്നതൊന്നും ഷാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഏതോ സ്വപ്ന ലോകത്തായിരുന്നു. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളുടെ മടിയിൽ കിടന്നു. പെട്ടെന്നുണ്ടായ നീക്കത്തിൽ അവൾ ഞെട്ടിപ്പോയി. അവനാവട്ടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കണ്ണുകൊണ്ട് എന്തായെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. പെട്ടെന്നുണ്ടായ അറ്റാക്കിൽ അവൾ പിടഞ്ഞുപോയി.
എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവൻ്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചു. അവൻ പതിയെ എഴുന്നേറ്റ് മുഖം അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുപോയി. അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ കട്ടിലേക്ക് ചാഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് അവൻ അറിഞ്ഞു. പതിയെ അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. ആ ചുംബനത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു. ആ സുന്ദര നിമിഷങ്ങളുടെ അവസാനത്തിൽ എപ്പോഴോ ചോരയുടെ രുചി മറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൾക്ക് ശ്വാസം കിട്ടാതെയായി. അവൾ അവനെ തള്ളിമാറ്റി കിടക്കയിലിരുന്ന് കിതച്ചു. അയ്യോ ഷാന, ദേ ചോര, അവൻ അവളുടെ ചുണ്ട് കാണിച്ച് കുസൃതിയോടെ പറഞ്ഞു. അവൾ അവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, കോരങ്ങൻ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിഷ്കളങ്കത അഭിനയിക്കുന്നു നോക്കിയേ. അവൻ അവളുടെ ഭാവമാറ്റത്തിൽ ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകാൻ നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് അവന് ദേഹത്തേക്ക് ഇട്ടു. പതുക്കെ അവളുടെ ചുണ്ടിലെ ചോര തുടച്ചു കളഞ്ഞു. അവൾക്ക് നീറി. അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ ഊതി. അപ്പോഴേക്കും താഴെ നിന്ന് വിളി വന്നു. അവൾ അവനെ തള്ളി മാറ്റിയിട്ട് വേഗം എഴുന്നേറ്റ് താഴേക്ക് പോയി. അവൻ അവളുടെ വെപ്രാളവും പരവേശവും കണ്ടിട്ട് വയറുപൊത്തി ചിരിച്ചു. താഴേക്ക് ചെന്ന ഷാന നേരെ അടുക്കളയിലാണ് പോയത്. അവൾ ചെന്നപ്പോൾ ഭാനു അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണിയിലാണ്. ഷാന അവരെ അടുക്കളയിൽ സഹായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഭാനുവിന് ഷാന മകളായി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ തങ്ങൾ തനിയെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയാലും ഇതിലും നല്ലതായിരിക്കില്ലെന്ന് അവൾ ഓർത്തു. മോളെ, ഇതൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കൂ, ഉമ്മ കറി ഒഴിക്കട്ടെ. മുന്നിലിരിക്കുന്ന കാസറോൾ ചൂണ്ടിക്കാട്ടി ഭാനു ഷാനയോട് പറഞ്ഞു. അവളത് എടുക്കാൻ പോകുന്നതിനിടയിലാണ് ഭാനുവോട് ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് കണ്ട്. അയ്യോ മോളെ, ഈ ചുണ്ടെങ്ങനെ മുറിഞ്ഞു? ഷാന താഴേക്ക് വരുമ്പോൾ തന്നെ ഈ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും കണ്ടുവച്ചിരുന്നു. അത് പിന്നെ ഇങ്ങോട്ട് വരും വഴി കതകിൻ്റെ സൈഡിൽ ഇടിച്ചതാണ്. സൂക്ഷിക്കണ്ടേ മോളെ? അവർ സങ്കടത്തോട് ചോദിച്ചു. ഇനി നോക്കാം ഉമ്മ. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി താഴെ എത്തിയിരുന്നു. നിഹാലിൻ്റെ കണ്ണ് അപ്പോഴും ഷാനിൽ തന്നെയായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടും അവൾ അവനെ ശ്രദ്ധിക്കാൻ പോയില്ല. അവളുടെ പിണക്കം മനസ്സിലായതും അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. നാസി ആകെ സങ്കടത്തിലായിരുന്നു. അവൻ എന്തു പറഞ്ഞ് ഇക്കയെ സോജയുടെ മുന്നിൽ എത്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. സത്യമൊക്കെ ഇക്ക അറിയുമ്പോൾ ഇക്ക സോജയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. പക്ഷേ ഇക്കയേക്കാളും മറ്റൊന്നവന് വലുതല്ല എന്ന തീരുമാനത്തിൽ അവൻ എത്തിനിന്നിരുന്നു. സോജയോട് ഇക്ക ക്ഷമിക്കുമെങ്കിൽ അവളെ കൂടെ കൂട്ടും. ഇക്കയെ ചതിച്ചുകൊണ്ട് ഒരു ജീവിതം തനിക്ക് വേണ്ട. എന്തായാലും ഇക്ക എല്ലാം അറിയണം. ഇക്ക നാളെ എൻ്റെ കൂടെ ഒരിടം വരെ വരാൻ പറ്റുമോ? കഴിക്കുന്നതിനിടയിൽ നാസി നിഹാലിനോട് ചോദിച്ചു. അയ്യോ മോനെ, നാളെ രാവിലെ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം. ഷാനയുടെ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്. അത് കേട്ടതും ഷാന അവൻ അത്ഭുതത്തോടെ നോക്കി. അവളുടെ നീല കണ്ണുകൾ ഇപ്പോൾ തെറിച്ച് താഴെ വീഴുമെന്ന അവസ്ഥയിലായിരുന്നു. നിഹാൽ തുടർന്നു. ഉച്ചയ്ക്കെല്ലാം കഴിയും, അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? മതിക്സ്, ഞാൻ വിളിക്കാം. അപ്പോൾ അവിടേക്ക് വന്നാൽ മതി. ശരി. ഷാനയുടെ മനസ്സ് നിറഞ്ഞു. മനസ്സ് മാത്രമല്ല, കണ്ണും. അവൾക്ക് അവളുടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. താൻ പറയാതെ തന്നെ തന്നെ മനസ്സിലാക്കുന്ന ഭർത്താവ് ഏത് പെണ്ണിൻ്റെയും ഭാഗ്യമാണ്. പക്ഷേ മുന്നോട്ടുള്ള അവളുടെ വിധി ഓർത്തതും ഉണ്ടായ സന്തോഷമെല്ലാം പെട്ടെന്ന് ഇല്ലാതെയായിപ്പോയി. മഹേഷ് വീറിൻ്റെ വാക്കുകൾക്ക് ചെവിയോർത്തിരുന്നു. അവൾ പറയാൻ തുടങ്ങി. ഞാനന്ന് സോനത്തിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അവളുടെ വീടെത്തുന്നതിന് കുറച്ച് മുമ്പേ ഒരു കാറ് വന്ന് എൻ്റെ മുന്നിലായി ബ്രേക്കിട്ട് നിർത്തി. അപ്പോഴേക്ക് അതിൽ നിന്ന് കുറച്ച് പേര് ചാടിയിറങ്ങി. പ്രതികരിക്കാൻ പറ്റും മുന്നേ അവരെന്നെ ബലമായിട്ട് അവരുടെ വണ്ടി കയറ്റിയിരുന്നു. യാത്രയിലുടനീളം അവരെന്നെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. ആരാ എന്താണെന്നൊക്കെ ഞാൻ പലവരും ചോദിച്ചെങ്കിലും മർദ്ദനം മാത്രമായിരുന്നു ഉത്തരം. അവസാനം അവരുടെ സങ്കേതത്തിലെത്തി. അവിടെ എന്നെ കാത്തിരുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു. ആര്? മഹേഷ് ഉദ്യോഗത്തോട് ചോദിച്ചു. പറയാം, ഒരു മിനിറ്റ് നീ ആ ഫോണും തന്നേ. മഹേഷ് അവൻ്റെ ഫോൺ വീറിന് നീട്ടി. അവനത് വാങ്ങി ഏതോ നമ്പർ ഡയൽ ചെയ്തു. കുറച്ചു നേരത്തെ താമസത്തിനൊടുവിൽ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തു നിന്നും കുറേ ഏങ്ങലടികൾ മാത്രം കേട്ടു. ആർവി, വീർ വേദനയോട് വിളിച്ചു. പെട്ടെന്ന് ആരോ അവളിൽ നിന്ന് ഫോൺ കൈക്കലാക്കി. നീ എത്തേണ്ടടുത്ത് എത്തിയല്ലേ, പക്ഷെ വിടില്ല നിന്നെയാ. ഇനി യുദ്ധം നേർക്ക് നേർ. അതിനുശേഷം ഫോൺ കട്ടായി. മഹേഷ് അവനെ അമ്പരന്ന് നോക്കി. അവനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി. ഫോൺ കട്ടായ ശേഷം വീറിൻ്റെ മുഖത്ത് അതുവരെ കാണാതിരുന്നൊരു ഭാവമായിരുന്നു. അവൻ കോപം കൊണ്ട് വിറച്ചു. എല്ലാം സംഹരിക്കാനായി അവൻ്റെ ഉള്ളം വെമ്പി. തുടരും. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.